ലഹരിക്കെതിരെ പോരാട്ടത്തിന്റെ സന്ദേശവുമായി SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയ ക്യാമ്പയിൻ വയനാട് ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24 കണക്റ്റുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന കമ്പ്യൂട്ടർ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. വയനാട്ടിൽ 4 സർക്കാർ സ്കൂളുകളിലാണ് ഈ പദ്ധതി പ്രകാരം കമ്പ്യൂട്ടർ ലാബുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ഒരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണിയത്. ലഹരിക്കെതിരായ സന്ധിയില്ലാ സമരം ജ്യോതിർഗമയ ബീനാച്ചി സർക്കാർ ഹൈസ്കൂളിൽ നടന്നത് ലഹരിക്കെതിരായ വിപുലമായ കൂട്ടായ്മ. ബത്തേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോം ജോസിന്റെ അധ്യക്ഷതയിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ LC പൗലോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജ്യോതിർഗമയ പദ്ധതിയുടെ അവതരണം 24 അസോസിയേറ്റ് എഡിറ്റർ ദീപക് ധർമ്മടം നിർവഹിച്ചു. ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എക്സൈസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പ്രതീക്ഷിക്കാത്ത പ്രദേശത്ത്, പ്രതീക്ഷിക്കാത്ത ഏജ് ഗ്രൂപ്പിൽ. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിഷ്കളങ്കരായ പെൺകുട്ടികളെ, LP UP വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ പോലും ലഹരിയുടെ കരിയർമാരാക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇതിനെതിരായ വലിയ പോരാട്ടമാണ് വേണ്ടത്. ആ പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും, നമ്മുടെ പ്രതീക്ഷ നാളെയുടെ ഈ മക്കളെയാണ്. എക്സൈസ് വകുപ്പ് വിമുക്തി താലൂക്ക് കോർഡിനേറ്റർ നിക്കോളോസ് ജോസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. 24 വയനാട് റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. ജ്യോതിർഗമയ പദ്ധതിയുടെ ഭാഗമായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നൽകിയ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. പ്രധാന അധ്യാപകൻ TG സജി, ഡിവിഷൻ കൗൺസിലർ രാധാബാബു, PTA പ്രസിഡന്റ് A പൈതൽ, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ S കൃഷ്ണകുമാർ, MPTA പ്രസിഡന്റ് M ബിന്ദു, V സ്മിത, KP സാബു തുടങ്ങിയവർ സംസാരിച്ചു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.